സബ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, ദോഷം എന്താണ്? 2 വീഡിയോസ് മാത്രം ഇട്ട് ഒരാഴ്ച കൊണ്ട് ചാനൽ മോണിറ്റൈസ് ചെയ്തെടുത്ത ഒരാളാണ്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ, ഒരു ടാലൻറ്റും ഇല്ലാതെ, ഒരു നല്ല വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് 100 സബ്സ്ക്രൈബേഴ്സ് നേടാവുന്നതാണ്. ഇതെല്ലാം സബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാവുന്നതാണ്. പക്ഷേ ഈ സബ് ചെയ്യുന്ന ഈ രീതിയിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഒരു നല്ല കരിയർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കരിയർ ക്രിയേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാവുന്നതുമാണ്. ഈ സബ് ചെയ്യുന്നത് കൊണ്ട് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ പുതിയതായി വരുന്ന യൂട്യൂബേഴ്സിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ തുടക്ക സമയത്ത് സബ് ചെയ്യാത്തതായിട്ട്. അതായത് ഒരു 90% കൂടുതലും പുതിയ യൂട്യൂബേഴ്സ് അവരുടെ സ്റ്റാർട്ടിംഗ് ടൈമിൽ സബ് ചെയ്യുന്നവർ തന്നെയാണ്. ഏതാണ്ട് ഒരു 5-6% ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുപോലെ സബ് ചെയ്യാത്തതായിട്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും ഈ സബ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നവരോട് യൂട്യൂബ് എന്താണ് ചെയ്യുന്നത്, അതുപോലെ ഈ സബ് ചെയ്ത് മുന്നോട്ട് പോകുന്നവർ, അതായത് ഈ 90% കൂടുതലുള്ള പുതിയ യൂട്യൂബേഴ്സ്, അവരോട് യൂട്യൂബ് എന്താണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആക്ച്വലി നമ്മൾ ഈ സബ് ചെയ്യണോ അതോ ചെയ്യരുതോ, എന്താണ് ഗുണം, എന്താണ് ദോഷം, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ സബ്. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ സബ് ചെയ്യാം, നിങ്ങൾ എന്നെയും സബ് ചെയ്യുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള സബ്സ്ക്രിപ്ഷൻ്റെ ഒരു എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് നിങ്ങളും യൂട്യൂബറാണ്, ഞാനും യൂട്യൂബറാണ്. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ നിങ്ങളെയും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായിട്ട് എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവർ മറ്റുള്ളവരുടെ വീഡിയോയിൽ അടിയിൽ പോയിട്ട് കമൻ്റ് ഇടും. ഒന്നിച്ച് മുന്നേറാൻ ആരൊക്കെ ഉണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട് തിരിച്ചു വരണേ, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അതുപോലെ മറ്റു ചിലർ സ്വന്തമായിട്ടുള്ള റൂൾ അങ്ങ് ഉണ്ടാക്കും. അവർ പറയും ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ സബ് ചെയ്യുക. അവർ സ്വന്തമായിട്ടുള്ള റൂൾ തന്നെ അങ്ങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യുന്ന ഈ ഒരു പരിപാടി, ഇതിനെയാണ് സബ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളിവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ചില ആളുകളുണ്ട്, അവരെ നിങ്ങൾ സബ് ചെയ്താലും സബ് ചെയ്തില്ലെങ്കിലും ശരി, അവരൊരു പാതിരാത്രിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് നിങ്ങളെ അൺസബ് ചെയ്തിട്ട് തിരിച്ചു പോകും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇതേപോലുള്ള കുറേ കമൻറ്റുകൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. ഒന്നിച്ച് മുന്നേറാൻ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഞാനുമുണ്ടെന്ന് പറഞ്ഞ് കുറേ വാലുകളായിട്ടും വന്നിട്ടുണ്ടായിരിക്കും. ഇവരൊന്നും എന്നോടല്ല കമൻറ്റ് ചെയ്യുന്നത്, ഇവർ പരസ്പരമാണ് അവിടെ സംസാരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ സബ്സ്ക്രിപ്ഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതേ രീതിയിൽ സബ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചാനലിന് കൊടുക്കുന്ന ഒരു സ്ലോ പോയിസണാണ്. തുടക്ക സമയത്ത് നിങ്ങൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഇതുവഴി കിട്ടിയെന്നും വരാം, പക്ഷേ നിങ്ങളുടെ ചാനൽ ഒരു ചത്ത ചാനലായി പോകും. അതെങ്ങനെയാണെന്നുള്ളതോടെ മനസ്സിലാക്കുക. ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ യൂട്യൂബിൻ്റെ പോളിസി എന്താണ്. അതായത് സബിലൂടെ നിങ്ങൾ ഇതേ രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഫേക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം, എക്സ്ചേഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം, സബ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം. ഇതേ രീതിയിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസ് റിമൂവ് ചെയ്ത് കളഞ്ഞെന്ന് വരാം, നിങ്ങളുടെ ചാനൽ തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞെന്ന് വരാം. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ അതിനെ ഡിസേബിൾ ചെയ്ത് കളഞ്ഞെന്ന് വരാം. അതുപോലെ നിങ്ങളിൽ പലരും ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കുന്ന ചില ഫേക്ക് സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്ത് കളയാറുമുണ്ട്. അതുപോലെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ സബിലൂടെ സബ്സ്ക്രൈബേഴ്സും കൂട്ടി വാച്ച് അവറും കൂട്ടി മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷനും യൂട്യൂബ് റിജക്ട് ചെയ്ത് കളഞ്ഞെന്നും വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചാനലിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റീച്ച് അത് 0 റീച്ചാക്കി യൂട്യൂബ് മാറ്റിക്കളയും. നിങ്ങൾക്ക് പിന്നീട് യൂട്യൂബ് റീച്ച് തരത്തേയില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ സബ് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പോളിസിയെ യൂട്യൂബിൽ പറയുന്നത് ഫേക്ക് എൻഗേജ്മെൻറ്റ് പോളിസി എന്നാണ്. ഇനി ഇവിടെ പ്രാക്ടിക്കലി എന്താണ് സംഭവിക്കുന്നത് അതുകൂടി മനസ്സിലാക്കുക. അതായത് നിങ്ങളൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സബിലൂടെ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെയാണ് ഈ 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഒരു 500 പേരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതുപോലെ അവർ ഓരോരുത്തരും ഇതേപോലെ കുറേ ആളുകളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 500 പേരുടെയും വീഡിയോസ് നിങ്ങൾ ഡെയിലി കാണാറുണ്ടോ? ഒരിക്കലും കാണാൻ പറ്റത്തില്ല. 500 പേരുടെയൊക്കെ വീഡിയോസ് ഡെയിലി കാണുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും കാണത്തില്ല. അതുപോലെ അവരും നിങ്ങളുടെ വീഡിയോസ് അവർ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് 5-10 വ്യൂസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഓർഗാനിക്കലി കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് പോലും എല്ലാ വീഡിയോസൊന്നും കാണാറില്ല. അതിൻ്റെ ഇടയ്ക്കാണോ 500 പേരുടെ വീഡിയോസിനെ നിങ്ങൾ കാണാൻ പോകുന്നത്? ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ലിത്. അപ്പോൾ നമുക്കിവിടെ വ്യൂസ് കയറാത്തത് കൊണ്ട് അൽഗോരിതം നോക്കുമ്പോൾ നമ്മുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്ന വ്യൂസോ 5-10 വ്യൂസ് മാത്രം.
അതുപോലെ തന്നെ കിട്ടിയിരിക്കുന്ന വ്യൂസിൽ വാച്ച് അവറും ഉണ്ടാകത്തില്ല, ഓഡിയൻസ് റിട്ടൻഷനും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അൽഗോരിതം നമ്മുടെ ഈ വീഡിയോ മുന്നോട്ട് പുഷ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോൾ നോക്കിയാലും നമ്മുടെ ചാനലിൻ്റെ റീച്ച് അത് ഡൗൺ ആയി തന്നെ കിടക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ വാച്ച് അവർ കയറാത്തതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ചാനലിനെ മോണിറ്റൈസ് ചെയ്യാനും പറ്റത്തില്ല. ഇനി എന്താണ് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ എന്താണ് റിയാലിറ്റി, ഇതുകൂടി മനസ്സിലാക്കുക. അതായത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഈ സബ് ചെയ്യുന്നത്? അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ഞാനിവിടെ ഗ്യാരണ്ടി എന്ന് പറയുകയാണ്, ഈ സബ് ചെയ്യുന്ന ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടാനുള്ള ചാൻസ് അത് വളരെ കുറവാണ്. കാരണം ഇത്തരത്തിലുള്ള ചാനലിന് വാച്ച് അവർ കൂട്ടുക അല്ലെങ്കിൽ ഷോർട്സ് വ്യൂസ് കൂട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിലർ വിചാരിക്കുന്നത് ഞാൻ സ്റ്റാർട്ടിങ് സമയത്ത് ഈ സബിലൂടെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറ്റിയെടുക്കാം, പിന്നെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഇട്ട് ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സ് കയറിക്കോളും, ഇങ്ങനെ വിചാരിക്കുന്ന ചില ആളുകളും ഉണ്ട്. പക്ഷേ നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ തെറ്റായ രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കയറ്റി വെച്ചിരിക്കുകയാണ്. അവർ ഒരിക്കലും നിങ്ങളുടെ വീഡിയോസ് കാണുന്നില്ല. അപ്പോൾ അതുമൂലം ഓൾറെഡി നിങ്ങളുടെ ചാനൽ സ്ലോ ആണ്, ഫ്രീസായി പോയിരിക്കുകയാണ്. പിന്നീട് നിങ്ങൾക്ക് കഷ്ടപ്പെടാനുള്ള ഒരു അവസരം അവിടെ കിട്ടുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അതുപോലെ മറ്റു ചിലർ വിചാരിക്കുന്നത്, ഞാൻ സ്റ്റാർട്ടിങ് സമയത്ത് ഈ സബിലൂടെ കുറേ സബ്സ്ക്രൈബേഴ്സ് കയറ്റിയെടുത്തതിന് ശേഷം പിന്നെ നല്ല ക്വാളിറ്റി വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം അവരെ സപ്പോർട്ട് ചെയ്യും, അവർക്ക് അവിടെ കൂടുതൽ റീച്ച് കിട്ടുമെന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇവിടെയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ തുടക്ക സമയത്ത് തന്നെ തെറ്റായ ഓഡിയൻസിനെയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് തന്ന് മുന്നോട്ട് കൊണ്ടുപോയാലും ശരി, അത് ഈ തെറ്റായ ഓഡിയൻസിൻ്റെ അടുത്തേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അവർക്ക് നിങ്ങളുടെ ഈ വീഡിയോയിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, കാരണം അവർ എക്സ്ചേഞ്ച് ഓഫറിൽ വന്നതാണ്. അവരൊരിക്കലും നിങ്ങളുടെ ഈ വീഡിയോ കാണത്തില്ല. അപ്പോൾ പതുക്കെ നിങ്ങളുടെ ഈ ചാനൽ ഇവിടെ ഫ്രീസ് ആയി പോകും. അങ്ങനെ ഒരു 5-6 മാസം നിങ്ങളിങ്ങനെ ട്രൈ ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ ഫെയിൽ ആയിട്ട് നിങ്ങൾ യൂട്യൂബിനെ കുറ്റം പറഞ്ഞു കൊടുക്കും. നിങ്ങൾ പറയും, ഓ യൂട്യൂബ് പുതിയ യൂട്യൂബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നേ ഇല്ല, പഴയ യൂട്യൂബേഴ്സിന് വാരിക്കോരി കൊടുക്കുന്നുണ്ട്, അവർക്ക് പൈസ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. ഈ രീതിയിൽ നെഗറ്റീവായ രീതിയിൽ നിങ്ങൾ യൂട്യൂബിനെ കുറ്റം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് എനിക്കിവിടെ പറയാനുള്ളത്, നിങ്ങൾ ഈ സബിൻ്റെ പുറകിൽ പോകാതെ നല്ല ക്വാളിറ്റി വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു വീഡിയോ കണ്ട് അത് ഇഷ്ടപ്പെട്ട് അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അവരാണ് റിയൽ സബ്സ്ക്രൈബേഴ്സ്. കാരണം നിങ്ങളുടെ ആ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ നിങ്ങളുടെ മുന്നോട്ടുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതാണ് ശരിക്കുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ചില സമയത്ത് നിങ്ങളുടെ ഒരു ഒറ്റ വീഡിയോ മതി, ആ ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. കാരണം എനിക്ക് തന്നെ അറിയാവുന്ന ഒരാളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോയും ഇട്ടിട്ടുണ്ട്. 2 വീഡിയോ മാത്രം പോസ്റ്റ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് ചാനൽ തുടങ്ങി ഒരാഴ്ച കൊണ്ട് ചാനൽ മോണിറ്റൈസ് ആക്കി എടുത്തിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചുള്ള നേരത്തെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഞാൻ ഒരാളെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ചാനൽ തുടങ്ങി 2 വീഡിയോസ് മാത്രം ഇട്ട് ഒരാഴ്ച കൊണ്ട് ചാനൽ മോണിറ്റൈസ് ചെയ്തെടുത്ത ഒരാളാണ്. അപ്പോൾ നോക്കുക, 2 വീഡിയോ കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയി, അതുപോലെ 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആയി. ഇതും സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ, അതുപോലെ ഈ സബ് ചെയ്യുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തുക. നല്ല ക്വാളിറ്റി വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ സബ്സ്ക്രൈബേഴ്സും കൂട്ടാൻ പറ്റും, വാച്ചവേഴ്സും കൂട്ടാൻ പറ്റും. നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.